ആശയക്കുഴപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് മാത്രമല്ല, കോൺഗ്രസിലെ ആശയക്കുഴപ്പം തന്നെയാണ് കോൺഗ്രസിൻ്റെ ആശയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും കോൺഗ്രസിനെ ഈ റിലേ ഓടുന്ന ഒരു ആൾക്കൂട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിശ്ചിതമായിട്ടുള്ള രാഷ്ട്രീയ ഘടനയൊക്കെ ചില ഘട്ടങ്ങളിൽ വരികയും അതിനുശേഷം അത് ഒരു ആൾക്കൂട്ടമായിട്ട് മാറുകയും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതിന് സെമി കേഡർ സ്വഭാവം കൈവരുകയും ചെയ്യുന്ന ഒരു ആൾക്കൂട്ടമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നുള്ളത്. പലപ്പോഴും പല ഘട്ടങ്ങളിലും നോക്കൂ, വളരെ കൗതുകകരമായ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലൂടെ കടന്നുപോയാൽ 1957 ഈ കോൺഗ്രസ് പാർട്ടിക്ക് അധികാര നഷ്ടം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്ന ഒന്ന്, അന്ന് പട്ടം താണുള്ള ഒരു വിഭാഗത്തും മറുഭാഗത്ത് പറവൂരും അതേപോലെ നമ്മുടെ സി കേശവനും അടക്കമുള്ളവർ, ജോൺ അടക്കമുള്ളവർ മറുഭാഗത്തുമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടമുണ്ട്, ആർ ശങ്കറും. അപ്പോൾ അതൊരു കാലഘട്ടത്തിൽ അന്ന് കോൺഗ്രസ് തിരുക്കൊച്ചിയായിട്ട് രൂപപ്പെടുന്ന സമയത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസ് ഐക്യ കേരളം ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയപരമായ അടിത്തറ കൊണ്ട് മാത്രം വിജയിച്ചു വന്നതായിരുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും നേതാക്കന്മാരെ ചൊല്ലിയുള്ള മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ മത്സരങ്ങളും ആ സമയത്തുണ്ടായിരുന്നു എന്നുള്ളത് 1957 ചരിത്രത്തിലുണ്ട്. 87 വേറൊരു ചരിത്രമുണ്ട്. 87 എങ്ങനെയാണ് ഏകദേശം കപ്പിനും ചുണ്ടിനും ഇടയിലാണ് അധികാരം നഷ്ടപ്പെടുന്നത്. എങ്ങനെ നഷ്ടപ്പെടുന്നത്? അവിടെ കെ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ആ സമയത്ത് മന്ത്രിസഭയിലുണ്ടായിരുന്ന വയലാർ രവിയെ, മാണിയെ ഒക്കെ പുറത്താക്കിക്കൊണ്ട് കെ കരുണാകരൻ നടത്തുന്ന വലിയ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പോരാട്ടമുണ്ട്. ആ സമയത്ത് പുറത്തു നിൽക്കുന്ന എ കെ ആൻ്റണി, മറ്റൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഇതെല്ലാം 1987 കോൺഗ്രസിന് അധികാര നഷ്ടം വരുത്തി വയ്ക്കുന്നു. ഇ കെ നായനാർ അവിടെ മന്ത്രിസഭയിലേക്ക് വരുന്നു. നോക്കൂ, വീണ്ടും ഒരു 30 വർഷം എത്തുമ്പോൾ 2026 എത്തുന്ന തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തും മറ്റൊരു തരത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടാകുന്നു. 1957 രാഷ്ട്രീയമോ 1967 ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമല്ല പിന്നീട് വരുന്ന AI ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടാകുന്നത്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഗ്രൂപ്പ് വൈരങ്ങളുടെ ഒരു 4ാം തലമുറയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിലുള്ളത് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. 1967 ശക്തമായി KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി അടി നടന്ന ചരിത്രം പോലും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ, സൂക്ഷ്മമായി എടുത്ത് പരിശോധിച്ചാൽ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 2026 തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന കോൺഗ്രസിനുള്ളിലുള്ളത് വളരെ സങ്കീർണമായിട്ടുള്ള വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സമവാക്യങ്ങളാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം കാലഹരണപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ 4ാം തലമുറയിൽ എത്തി നിൽക്കുകയാണ് വർത്തമാനകാലത്തിലെ കേരള കോൺഗ്രസിലെ അവസ്ഥ. 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് VD സതീശനെ ടാർഗറ്റ് ചെയ്യുന്നത്? നിശ്ചയമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ VD സതീശൻ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം, ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കൂടുതൽ കരുത്തനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആരെ ആയിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡ് VD സതീശൻ്റെ പേര് ഉമ്മൻചാണ്ടിയും മറികടന്ന് രമേശ് ചെന്നിത്തലിൻ്റെ പേര് വെട്ടിമാറ്റിക്കൊണ്ടുവരാനെടുത്ത ഒരേ ഒരു തീരുമാനം എന്ന് പറയുന്നത് പാർട്ടിയെ കൂടുതൽ ചലിപ്പിക്കാൻ പറ്റുന്നൊരു നേതാവ് ഉണ്ടാവണമെന്നത് മാത്രവുമായിരുന്നില്ല. KSUവിൻ്റെ അപ്പാടെ തകർന്നു കിടന്നിരുന്നത്, നമുക്ക് KSUവിൻ്റെ ഒരു നേതാവിൻ്റെ പേര് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നമുക്ക് പേരെടുത്ത് പറയാനുണ്ടായിരുന്നില്ല. യുവ നേതാക്കളുടെ പേരുകൾ ഉണ്ടായിരുന്നോ? യൂത്ത് കോൺഗ്രസിൻ്റെ ഏത് നേതാവിൻ്റെ പേരാണ് നമ്മൾ ആ സമയത്ത് വളരെ ശക്തമായിട്ട് പറയുക? കൂടി പറഞ്ഞാൽ നമ്മൾ സിദ്ദീഖിൻ്റെ പേര് പറയുമായിരിക്കും ആ സമയത്ത്. അതിനുശേഷം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പേരെടുത്ത് പറയാൻ കഴിയുമായിരുന്നില്ല. സമര പോരാട്ട വേദികളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അസാന്നിധ്യം സൃഷ്ടിക്കപ്പെടുന്നു. മാത്രവുമല്ല, അവിടെ രമേശ് ചെന്നിത്തല നിയമസഭയ്ക്കുള്ളിൽ ബെസ്റ്റ് പെർഫോമർ ആണെന്നിരിക്കെ പാർട്ടിയെ ചലിപ്പിക്കേണ്ട KSUവിൻ്റെയും യുവജന വിഭാഗത്തെയും ചലിപ്പിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. പാർട്ടിയിൽ അകാല വാർദ്ധക്യം ബാധിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവുന്നു. അപ്പോൾ പാർട്ടിയെ ഡൈനാമിക്കായി ചലിപ്പിക്കാൻ പറ്റുന്നൊരു നേതാവ് എന്ന നിലയിലാണ് VD സതീശനെ പിന്തുണയ്ക്കുന്നത്. VD സതീശൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്താ? ഈ വർത്തമാനകാല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ തഴയപ്പെട്ട രാഷ്ട്രീയ നേതാവല്ലേ VD സതീശൻ? നോക്കൂ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായില്ലേ? ഓരോ നേതാക്കളും കോൺഗ്രസിൽ, എന്തിനേറെ തിരുവനന്തപുരത്തു നിന്നുള്ള VS ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയായില്ലേ? 5 തവണ നിയമസഭയിൽ
പറവൂരിനെ പ്രതിനിധീകരിച്ച് MLA 1996 അദ്ദേഹം പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഈ VD സതീശൻ, അന്ന് ഐ ഗ്രൂപ്പിലിരിക്കുന്ന VD സതീശൻ അന്ന് പരാജയപ്പെടുന്ന പി രാജുവ. പിന്നീട് ഇങ്ങോട്ട് 2001 തുടങ്ങിയ മത്സരം 20 വർഷം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു നിയമസഭയിൽ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയിലേക്ക് എത്താൻ. അദ്ദേഹത്തെ അതിനു മുമ്പ് നിയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഏതാ? അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ ആയിരുന്നില്ലേ? അദ്ദേഹം അതിനുശേഷം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി എന്നത് മാത്രമാണ് VD സതീശനെ സംബന്ധിച്ച് നിയമസഭയിൽ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും നോക്കൂ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം ആ സമയത്ത് നടത്തിയ പെർഫോമൻസ്, നിയമസഭയിലെ VD സതീശൻ്റെ പെർഫോമൻസ് 2 കാലഘട്ടങ്ങളിൽ എടുത്തു പരിശോധിക്കൂ. 2 റെക്കോർഡാണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് അവതരിപ്പിച്ചത് ഈ പറയുന്ന VD സതീശനാണ്. രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അതും ഈ VD സതീശൻ്റെ പേരില്ല. 25 അടിയന്തര പ്രമേയമാണ് കണക്ക് ശരിയാണെങ്കിൽ. അപ്പോൾ നിയമസഭയിൽ കത്തിക്കയറുന്ന VD സതീശൻ, ഏത് വിഷയവും ഗൗരവത്തിൽ ആഴത്തിൽ പഠിക്കുന്ന VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ടിരുന്നത് സിംഗിൾ പെർഫോമൻസാണ്. ഒരു ഗാർഡിയനും ഇല്ലാതെയാണ് VD സതീശൻ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് ഐസക്കിനെ വെല്ലുവിളിക്കുന്നു. ലോട്ടറി തർക്കം നോക്കൂ, കേരളം എൻകൗണ്ടർ ഉണ്ടാവുന്നു. മാതൃഭൂമിയാണ് ആ സമയത്ത് ചെയ്യുന്നത് അല്ലേ? ഇരുവരും നേർക്കുനേരെ 2006-2011 മന്ത്രിസഭയിലാണല്ലോ ഐസക് ധനമന്ത്രിയായിരിക്കും. അപ്പോൾ 2011 ഈ ലോട്ടറി വിവാദം അടക്കമുള്ള കാര്യങ്ങൾ. അന്ന് ഏഷ്യാനെറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങളത് കണ്ടക്ട് ചെയ്തത്. ഐസക്കും നേർക്കുനേരുണ്ടാവും. അപ്പോൾ നോക്കൂ, ധനകാര്യ വിഷയങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുന്ന VD സതീശൻ ആ വിഷയങ്ങൾ പഠിച്ചെടുത്ത് നടത്തിയ അവതരണങ്ങൾ, വസ്തുതാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ്, ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് VD സതീശൻ സ്വാഭാവികമായി ചോയ്സ് ആയി തീരുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് VD സതീശൻ ഏറെക്കാലമായി നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട, ഒഴിവാക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ ഹൈക്കമാൻഡ് ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പെർഫോമർ എന്ന രീതിയിലാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? VD സതീശന് വേറെ ഗോഡ് ഫാദേഴ്സ് ഇല്ല. ഇപ്പോഴും VD സതീശൻ പരാജയപ്പെട്ടാൽ VD സതീശന്റെ പരാജയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പാലക്കാട്. എനിക്കറിയാം പല നേതാക്കളും VD സതീശൻ അവിടെ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടാൽ ഒറ്റവെടിക്ക് 3 പേരാണ് തീരുന്നത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരും, 2 ഷാഫി പറമ്പിൽ തീരും, 3ാമത്തത് VD സതീശൻ തീരും. പിന്നീട് ഷാഫി പറമ്പിൽ പാർലമെന്റിൽ ശ്രദ്ധിക്കേണ്ടി വരും. തിരിച്ച് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. അവിടെ മറികടക്കാൻ VD സതീശനും ഷാഫി പറമ്പിലും. പാലക്കാട് പക്ഷേ VD സതീശനേക്കാൾ ഷാഫി പറമ്പിലെ പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഷാഫി പറമ്പിലെ സ്ട്രാറ്റജിയാണ് വിജയിച്ചത് എന്ന് കണക്കാക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ചേലക്കരയിലോ VD സതീശൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു പൂർണ്ണമായിട്ടും ഇലക്ഷൻ മാനേജ്മെൻറ്റ്. നേരിട്ട് ഞാൻ കണ്ടതാ. അത് വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു പാർട്ടിയെ കോർത്തിണക്കാൻ വേണ്ടി VD സതീശൻ നടത്തിയ നീക്കങ്ങൾ നമ്മൾ മറന്നുപോകാൻ പാടില്ല. അപ്പോൾ VD സതീശനെ ഏതെങ്കിലും തരത്തിൽ ഒരു പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കാനുള്ള ഒരു സംവിധാനം നിലവിലുള്ള അവസ്ഥയിലില്ല. അതേസമയം കോൺഗ്രസിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് കണ്ടാൽ എല്ലാവരും മുഖ്യമന്ത്രിമാരാവാനിരിക്കുകയും ചെയ്യും. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ സ്വാഭാവിക ചോയ്സായി വരാൻ സാധ്യതയുള്ളതാരാ? VD സതീശൻ വന്നേക്കാം, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ. അങ്ങനെയാണെങ്കിൽ VD സതീശൻ വരാതിരിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ? തീർച്ചയായും KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്നുണ്ടാവാം. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് ഒരു നോമിനൽ പ്രസിഡന്റായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ കോൺഗ്രസിൻ്റെ പലയിടങ്ങളിലും. അദ്ദേഹത്തെ കൊണ്ട് കാര്യമായി സംസാരിപ്പിക്കുന്നതിൽ നേതാക്കൾക്ക് ഭയമാണ്. പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം എന്തു പറയുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ടെൻഷനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യകരമായ വാക്കും മനസ്സും തമ്മിലുള്ള ഏകോപനത്തിലെ പിഴവ് സ്വാഭാവികമായും കെ സുധാകരനെ ഒരു നോമിനൽ പ്രസിഡന്റാക്കി മാറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ പ്രസിഡന്റ് സ്ഥാനത്ത് കൂടി ഒരാളെ ചലിപ്പിക്കുന്ന ഒരാളെ കിട്ടുക എന്നത് സ്വാഭാവികമായും VD സതീശൻ്റെ ഒരു ആഗ്രഹവും ആവശ്യവും കൂടിയാണ്. പക്ഷേ ഇത് പരിഗണിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഈ സാഹചര്യത്തിലാണ് KC വേണുഗോപാൽ ഫാക്ടർ അവിടെയുള്ളത്. സ്വാഭാവികമായും KC വേണുഗോപാലും ഇതേ പറയുന്ന മുഖ്യമന്ത്രി കുപ്പായം സ്വപ്നം കാണുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം അടുത്ത തിരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പും ഈ ഇലക്ഷനും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരേപോലെ വരാനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വന്നാൽ കേരളത്തിൽ KC വേണുഗോപാലിൻ്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ KC വേണുഗോപാലിന് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ VD സതീശൻ ബെസ്റ്റ് പെർഫോമറായ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണെങ്കിൽ അദ്ദേഹം നോക്കൂ, വളരെ കരുതലോടുകൂടി KSUവിനെ, യൂത്ത് കോൺഗ്രസിനെ ഒപ്പം നിർത്തുന്നുണ്ട്. ഇങ്ങനെ കരുത്തരായിത്തീർന്ന നേതാക്കളുണ്ട്. AK ആന്റണി ഒരു കാലത്ത് ഓർമ്മിക്കുന്നുണ്ടാവും. അടിയന്തരാവസ്ഥ കാലത്ത് മന്ത്രിസഭയിലിരിക്കുന്ന K കരുണാകരനും സംഘടനയെ നിയന്ത്രിക്കുന്ന AK ആന്റണിയും. എങ്ങനെയാണ് AK ആന്റണി കരുത്തനാവുന്നത്? വയലാർ രവി അപ്പുറത്ത് നിൽപ്പുണ്ട്, അപ്പുറത്ത് KSUവിൻ്റെ പിന്തുണയുണ്ട്. അതേസമയം K കരുണാകരനെതിരെ KSU നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇന്നതെല്ലാം മാറി. അവിടെയാണ് VD സതീശനോടൊപ്പം യുവജന
സംഘടനകളും വിദ്യാർത്ഥി സംഘടനയായ KSU അടക്കം നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന നേതാവെന്ന നിലയിൽ VD സതീശന് പിന്നിൽ വിശ്വനാഥ് അണിനിരക്കുന്നു. നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? A ഗ്രൂപ്പിൽ നിന്ന് VT ബൽറാം മാത്രമാണ് അല്പം മാറി നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഷാഫി പറമ്പിലിനെ കണ്ടു, PC വിശ്വനാഥിനെ കണ്ടു, ഒരു പരിധിവരെ തിരുവഞ്ചൂരിനെ നമ്മൾ കണ്ടു. ചാണ്ടിയുമ്മൻ മാത്രമാണ് ഇതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ചാണ്ടിയുമ്മൻ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആ രീതിയിൽ ചാണ്ടിയുമ്മന് കാര്യങ്ങൾ ഒത്തുവരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ചാണ്ടിയുമ്മൻ ഇപ്പോൾ നിലവിലൊരു കരുവാണ്. ആ കരുവിനെ ഉപയോഗിച്ച് ആര് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ തൊട്ട് മുമ്പിൽ കണ്ടത്. രണ്ടുപേരാണ് ഇതിലെ കരുക്കളായി നിൽക്കുന്നത്. ഒന്ന് ചാണ്ടിയുമ്മൻ, രണ്ട് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ഈ രണ്ട് പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ കളിക്കുന്ന തലകളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ അപകടമെന്ന് പറയുന്നത് ക്രാപ്പ് കൾച്ചറാണ്. തിരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്താനും ഇത് മതി. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് 1957 അതിനുശേഷം 1987 കോൺഗ്രസിന് മുന്നിലുള്ള പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര സംഘർഷങ്ങളും കലാപങ്ങളുമായിരുന്നു. അത് 2026 കോൺഗ്രസിനെ വേട്ടയാടാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ഈ സമയത്ത് കോൺഗ്രസിലെ ആശയക്കുഴപ്പം ഒരു ആശയത്തിൻ്റെ കരുത്തായി മാറുമോ, അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിലാണ് കാണുക. ഒരുപാട് പേര് 2026 എത്തുന്നുവെങ്കിൽ, കോൺഗ്രസ് അധികാരത്തിൽ എത്തുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ കസേര സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു നമ്പർ ഒരു വലിയ തടസ്സമായി നിൽക്കുന്നുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, കേരളത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് 140 മണ്ഡലങ്ങളിലേക്കാണ് നടക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് 100 സീറ്റുകളിലേക്കാണ്. കാര്യം 40 സീറ്റുകൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് ലെഫ്റ്റിൻ്റെ ബേസ് ബാസ്റ്റനുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ 40 കഴിഞ്ഞാൽ ബാക്കി 100 സീറ്റുകൾ. ആ 100 സീറ്റുകളിലാണ് 71 സീറ്റുകൾ കോൺഗ്രസ് സൃഷ്ടിക്കേണ്ടത്. അതാണ് കോൺഗ്രസ് നേടുന്ന രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളി. ആ വെല്ലുവിളിയെ ഈ ആഭ്യന്തര യുദ്ധം കൊണ്ടോ ആശയക്കുഴപ്പം കൊണ്ടോ പരിഹരിക്കാൻ കഴിയില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചേലക്കര കണ്ടതാ. ചേലക്കര മറിയാഞ്ഞതിന് കാരണം അതാ. ചേലക്കരയുടെ സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ് ബാക്കിയുള്ള 40 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് കോൺഗ്രസ് പോരാട്ടം നയിക്കേണ്ടത്. ഈ ആശയക്കുഴപ്പം ആ മൂർച്ച കുറയ്ക്കുമെന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.